ഹായ് ഓൾ. ടെക്നിക്കൽ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ അതുപോലെ മെക്കാനിക്കൽ ആസ്പിറൻസിന് നിങ്ങൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഓൾറെഡി മെസ്സേജൊക്കെ വന്നു കാണും. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2/5 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു പോസ്റ്റിന്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പേര് ഈ എക്സാം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതായിരിക്കും. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ്. അതായത് 2025 ഏപ്രിൽ വരെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ആ ഒരു സമയത്ത് തന്നെയാണ് PSC വീണ്ടും നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. PSC ഇപ്പം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻസ് അല്ലെ ആ ഒരു എക്സാമിന്റെ ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് അതിന് മുന്നേ തന്നെ പുറത്തുവിടുന്നുണ്ട്. എക്സ്പയർ ആവുന്നതിന് മുന്നേ എക്സാംസും വരെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര സ്പീഡിലാണ് PSC കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. അത് ഒരു PSC ജോബ് ആസ്പിറന്റിന് അത് എപ്പോഴും അഡ്വാൻറ്റേജ് തന്നെയാണ്. കാര്യം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി 2 വർഷം കഴിഞ്ഞ് എക്സാം വരുന്നതും പെട്ടെന്ന് തന്നെ എക്സാംസ് വരുന്നതും നമുക്ക് അവസരങ്ങൾ കൂടുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഒന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ ഇനിയും നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ നോട്ടിഫിക്കേഷനിലുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ അതോറിറ്റിയിലാണ്, ഓവർസിയർ ഗ്രേഡ് 3 ആണ്. സാലറി സ്കെയിൽ ഓഫ് പേ എന്ന് വെച്ചാൽ 27,000 to 73,000. ഇപ്പം കയ്യിൽ അത്രയൊന്നും കിട്ടത്തില്ലെങ്കിൽ അറൌണ്ട് 30,000 ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ എന്തിരുന്നാലും സാലറി സ്കെയിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സിവില് അല്ലെങ്കിൽ മെക്ക് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ്. അതിന് കാര്യമുണ്ട്. കാര്യം ലാസ്റ്റ് ടൈമിൽ ഒരു 1500 പേരോളം വരുന്ന ഒരു മെയിൻ ലിസ്റ്റാണ്, അത്ര വലിയൊരു മെയിൻ ലിസ്റ്റാണ് മെയിൻ ലിസ്റ്റാണ് PSC വിട്ടിരുന്നത്. അതുപോലെ അതിൽ ഒരു 800ഓളം അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ തന്നെ അത്യാവശ്യം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ് കാണത്തില്ലേ, ഇപ്പൊ എല്ലാവരെയും കയറി ഒരു വേക്കൻസി എല്ലാം ഫില്ലായി കാണത്തില്ലേ എന്നുള്ളൊരു ചിന്ത കാണും. കാര്യം ഇവിടെ നോക്കി ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ലിസ്റ്റിൽ ഉള്ളവരെല്ലാം മറ്റുള്ള റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും ചിലപ്പോൾ ജോയിൻ ചെയ്തു പോലും കാണത്തില്ല, NJD മേടിച്ച് മാറിയവർ കാണും. അതല്ലെങ്കിൽ അവർ മറ്റുള്ള പോസ്റ്റിലേക്ക് അവർക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ് വരുമ്പോഴത്തേക്കിന് അവരെന്ത് ചെയ്യും, ഈ ജോലി വിട്ടിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്രയായാലും ഇതിലൊരു നല്ല വേക്കൻസി നിലവിൽ കാണുകയും ചെയ്യും. നമുക്ക് ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ, അതിലെ ഒരു ആദ്യ പടിയായിട്ട് തന്നെ ടെക്നിക്കൽ PSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആദ്യ പടിയായിട്ട് തന്നെ കൂട്ടാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഓവർസിയർ ഗ്രേഡ് 3. അതുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ, ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷെ എന്തായാലും നിങ്ങളത് അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഏജ് റിലാക്സേഷൻ OBC അതുപോലെ SC ST കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് 3 to 5 years ഏജ് റിലാക്സേഷനും അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. അതായത് ITക്കാർക്ക് മാത്രം പറ്റുമോ, BTക്കാർക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പം വന്നേക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പാസ് ഇൻ SSLC അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ്, അതുപോലെ പാസ് ഇൻ SSLC അല്ലെങ്കിൽ KGCE കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഈ ലാസ്റ്റ് ടൈം ഉള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ BTക്കാരും MTക്കാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല. അതിൽ ഫൈനൽ വേർഡിക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ITക്കാരാണെങ്കിലും BTക്കാരാണെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിടുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. പിന്നെ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കുക. എക്സാമിന് പറ്റുവാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് ഫൈനൽ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ക്വാളിഫിക്കേഷൻ ഇതാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കണ്ട. അപ്പം NTC അതായത് കഴിഞ്ഞ പ്രാവശ്യം എന്തിനൊക്കെ, അതായത് NTCക്ക് ഇക്വലന്റ് ആയിട്ടും ഹയർ ആയിട്ടും ഏതൊക്കെ എടുത്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. NTC മെക്കാനിക്കലും NTC സിവിലിനും ഇക്വലന്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ NTC സിവിലിന് ഇക്വലന്റ് ആയിട്ട് VHSC ITA ITC NAC SCVT പോളി അതുപോലെ BTech BMTech എല്ലാം ഉണ്ടായിരുന്നു. MEI ഉണ്ടായിരുന്നു, അതെല്ലാം പറ്റുമായിരുന്നു. അതുപോലെ തന്നെ NTC മെക്കാനിക്കലിന് ഇക്വലന്റ് ആയിട്ട് ITI NAC പോളി BTech ഇൻ പ്രൊഡക്ഷനും ഇവിടെ ആഡ് ആവുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഇക്വലന്റ് ആയിട്ട് ആയിരുന്നു
അല്ലെ ഹയർ ആയിട്ടും ഇക്വലൻ്റ് ആയിട്ടും ആയിരുന്നു PSC കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, ഈ പ്രാവശ്യത്തെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എന്തായാലും ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് DOE വന്നേക്കുന്നത് 2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 4 മാസം. അപ്പോൾ ഒരു 3 ഇയർ, അതായത് 2025 4 മാസം വരെയാണ് ലിസ്റ്റ് ഉള്ളത്. കട്ട് ഓഫ് 65 കട്ട് ഓഫ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ കുറച്ച് സിവിൽ ടോപ്പിക്സ് കുറച്ച് കൂടുതൽ ആഡായി വന്നിരുന്നു. പക്ഷേ ഇപ്പം പറയാൻ പറ്റത്തില്ല, നമുക്ക് വെയിറ്റേജ് ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്കിന് സബ്ജക്ട് വെയിറ്റേജ് ഒക്കെ വെച്ചാണ് സിലബസ് വരുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഒക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കട്ട് ഓഫ് 65 അത് വലിയ കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് ആയിരുന്നു. ആ ഒരു എക്സാമിന്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് ആയിരുന്നത്. സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് 1517 കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത് 819 പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ഓവർസീ ഗ്രേഡ് 3 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യേണ്ട എക്സാംസ് ആണ്. കാര്യം ഈ ഒരു സിലബസ് വരുന്നത് നമ്മൾ പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്തിരുന്ന സിലബസും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾ സിവിൽ ഓവർസിയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതും അതല്ലെങ്കിൽ ഇപ്പുറത്ത് ട്രേഡ്സ്മാൻ അല്ലെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള എക്സാമുകൾ മെക്കാനിക്കലിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർസിയർ എക്സാമുകൾക്ക് ഏതെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സിലബസുമായിട്ടൊക്കെ മാച്ചായിട്ട് വരുന്നൊരു സിലബസ് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ ഒരു കൂടുതൽ ക്ലാരിറ്റി, ഒരു സിലബസ് അനാലിസിസും അതെവിടെ നിന്ന് പഠിക്കണമെന്നും എങ്ങനെ തുടങ്ങണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ ഈ കോഴ്സിനെ പറ്റി നമ്മൾ താമസിയാതെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാര്യം നമുക്കറിയാം ഒരു 7-8 മാസത്തിനുള്ളിൽ ഈ എക്സാം വരും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഒരു അഡ്വാൻറ്റേജ് നേരത്തെ കിട്ടണമെങ്കിൽ അത് നേരത്തെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടേ പറ്റത്തുള്ളൂ. അതൊരു ഫാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന ഡേറ്റിൻ്റെ 2-5 മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക്സ്.